ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ഇതുപോലെ ഡക്റ്റ് കവർ യൂസ് ചെയ്തുകൊണ്ട് AC/DB DC/DB ഒക്കെ വെക്കുന്നതാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ ഡക്റ്റ് കവർ യൂസ് ചെയ്യത്തില്ല. കാരണം ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കിലോവാട്ടിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ല, ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഹരിപ്പാട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇൻവെർട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ഥിരം കാണുന്ന പോലെ തന്നെയുള്ള നമ്മുടെ സെയിം കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ സാധാരണ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കേസാണ്, ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ഇതുപോലെ ഡക്റ്റ് കവർ യൂസ് ചെയ്തുകൊണ്ട് AC/DB DC/DB ഒക്കെ വെക്കുന്നതാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ ഡക്റ്റ് കവർ യൂസ് ചെയ്യത്തില്ല. കാരണം അതൊരു ഇൻഗ്രസീവ് പ്രൊട്ടക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് അറിയാം. ഈ ഡക്റ്റ് കവർ എന്ന് പറയുന്നത് ആക്ച്വലി പാനലിനകത്ത് സെഗ്രിഗേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ചാനലാണ് ആക്ച്വലി ഈ ഡക്റ്റ് കവർ. അത് നമ്മൾ പുറത്തുള്ള വെതറിൽ ആക്ച്വലി അത് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റിലെല്ലാം ഇച്ചിരി സമയമെടുത്താലും ഈ കോൺഡ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന DC കേബിൾ നേരെ DC/DB ബോക്സിൽ പോകുന്നു. DC/DB ബോക്സിൽ പോകുന്ന പോലെ അവിടെ നിന്ന് നേരെ ഇൻവെർട്ടറിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ റൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ AC/DB കൊടുത്തിട്ടുണ്ട്. ഈ AC/DBയുടെ ഔട്ട്പുട്ട് നേരെ ഇവിടുന്ന് ലിങ്ക് ചെയ്ത് നേരെ നമ്മൾ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് മീറ്റർ ബോക്സ് ഇതാണ് നെറ്റ് മീറ്റർ. ഓക്കെ, അപ്പം നമ്മുടെ ഈ പറഞ്ഞ സോളാറിൽ നിന്ന് വരുന്ന, അതായത് ഈ സോളാറിൽ നിന്ന് വരുന്ന ഈ ഒരു ഔട്ട്പുട്ട് നേരെ സോളാർ എനർജി മീറ്ററിൽ പോകുന്നുണ്ട്. ഇതാണ് എനർജി മീറ്റർ. ഇത് KSEB ആൾക്കാർക്ക് റീഡിങ്ങിന് എളുപ്പത്തിന് വേണ്ടി ഫെദർ ടച്ച് രീതിയിൽ വേണ്ടി ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടപ്പും കവറൊക്കെ ഊരിയിട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടാണ് എക്സിസ്റ്റിംഗ് മീറ്റർ സെറ്റപ്പ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പുറത്തൊന്നും ഇരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കേട്ട് മടുത്ത് കാണും. അതുകൊണ്ടൊരു കാര്യം ചെയ്തു. അപ്പോൾ നമ്മുടെ സൈറ്റ് സൂപ്പർവൈസറെ കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞങ്ങളിതെന്ന് പറയുന്നത് സോഫാറിൻ്റെ 3 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. 3 കിലോവാട്ടിൻ്റെ മെഷീനാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഇത് DC/DB ബോക്സ് ആണ്. ഇത് AC/DB എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ 7 പാനലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് 7 പാനൽ. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ കണക്ഷൻ വന്ന് PV പ്ലസും മൈനസും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ ഡോങ്കിൾ ഇവിടുത്തെ വൈഫൈ ആയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അതാണ്ട് 3 ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റെഡിയാണെന്ന് പറയുന്നത് എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ C&Iയുടെ വർക്കാണ്. അപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റിക്കർ നൈസായിട്ട് ഇളക്കി കളഞ്ഞു. നമുക്ക് ഈ സ്റ്റിക്കർ വേണ്ട. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഇൻവെർട്ടറിൻ്റെ AC ഔട്ട് എന്ന് പറയുന്നത് നേരെ വന്നിട്ട് AC/DBക്കകത്ത് വന്നിരിക്കുകയാണ്. AC/DBന്ന് അതിൻ്റെ ഒരു എർത്ത് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് എർത്ത് ബെഞ്ചിൽ കണക്ട് ചെയ്ത്, നമ്മൾ എർത്ത് ബെഞ്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4 പിന്നുള്ള ഈ എർത്ത് ബെഞ്ചാണ്. ഇതിനകത്ത് നേരെ ഔട്ട് നേരെ കൊടുത്ത് നമ്മൾ AC എർത്ത് ഡയറക്റ്റ് നമ്മളിവിടെ എർത്ത് വിറ്റ് ഒരു എർത്ത് വിറ്റ് അവിടെ ഉണ്ട്. എർത്ത് വിറ്റുണ്ട്. ഓക്കെ, ഓക്കെ. പിന്നെ പാനലെർത്തും പിന്നെ എന്ന് പറയുന്നത് AC/യുടെ ഔട്ട്, അതായത് നമ്മുടെ KCBയിലോട്ട് കണക്ട് ചെയ്യുന്നത് നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു സ്വിച്ച് ഗിയർ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മളെ മീറ്റർ ബോക്സ്. ആ മീറ്റർ ബോക്സിൻ്റെ ഇതെന്ന് പറയുന്നത് എനർജി മീറ്ററാണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയാണിത്. എനർജി മീറ്ററാണ്. പിന്നെ ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഐസൊലേറ്ററിന് നേരെ അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മുടെ KCBയുടെ മെയിൻ മീറ്റർ, ഇതാണ് നെറ്റ് മീറ്ററിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പാനലിൻ്റെ സൈഡ് നമുക്ക് മുകളിൽ പോയി നമുക്ക് ഡ്രോൺ വഴി നമുക്ക് മുകളിൽ പോയി കാണാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നല്ലൊരു സർവീസ് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ